പ്രിയപ്പെട്ട കുട്ടികളെ, എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്സ് ഫ്രം വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് ലീഫ്, സ്റ്റെം ആൻഡ് റൂട്ട്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മീൻസ് കായിക പ്രജനനം. സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം. നമുക്ക് ടീച്ചറുടെ വീട്ടിലുള്ള കുറച്ച് മരങ്ങളെ പരിചയപ്പെടാം. ഇത് ലെമൺ ട്രീ, ചെറുനാരകം. നമ്മുടെ നാട്ടിലും നന്നായി വളരുകയും കായ്ക്കുകയും ചെയ്യും. ഇതിൻ്റെ നടീൽ വസ്തു വിത്താണ്. ഇത് കറി ട്രീ, നമ്മളെല്ലാവരും വീട്ടിൽ വളർത്തുന്നതാണ്. ഇത് വിത്തിൽ നിന്നും വേരിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാകുന്നു എന്നതാണ് പ്രത്യേകത. ഇത് ചെറി, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, കഴിച്ചിട്ടുമുണ്ടാവും. ഇത് നമ്മുടെ നാട്ടിലും ധാരാളം വളരുന്നുണ്ട്. ഇത് നീം ട്രീ, ആര്യവേപ്പ്, വളരെയധികം ഔഷധ ഗുണമുള്ളൊരു സസ്യമാണ്. ഇത് വിത്തിൽ നിന്നും വേരിൽ നിന്നും പുതിയ തൈ ഉണ്ടാകുന്നു. ഇത് റംബുട്ടാൻ. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇത് നട്ടു വളർത്തുന്നുണ്ട്. നല്ലൊരു പഴമാണ്. വിത്തിൽ നിന്നാണ് ഇതിൻ്റെ പുതിയ തൈ ഉണ്ടാവുന്നത്. ഇത് മുരിങ്ങ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളെല്ലാവരും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നതുമാണ്. ഇതിൻ്റെ വിത്തിൽ നിന്നും കമ്പിൽ നിന്നും പുതിയ തൈ ഉണ്ടാകുന്നു. ഇത് തേക്ക്, നമ്മുടെ വീട്ടുവളപ്പിൽ കാണാം. ഇത് വിത്തിൽ നിന്നും വേരിൽ നിന്നും പുതിയ തൈ ഉണ്ടാകുന്നു. ഇത് മാംഗോസ്റ്റിൻ, ഒരു പഴമാണ്. വിത്തിൽ നിന്നാണിത് പുതിയ തൈ ഉണ്ടാകുന്നത്. ഇത് അരിനെല്ലി, ഫില്ലന്തസ്. ഇത് വിത്തിൽ നിന്നാണ് പുതിയ തൈ ഉണ്ടാകുന്നത്. ഇത് സർവ്വസുഗന്ധി. ഇത് വിത്തിൽ നിന്നാണ് പുതിയ തൈ ഉണ്ടാകുന്നത്. ഏലക്ക, ഗ്രാമ്പു തുടങ്ങിയവയുടെ ഇനത്തിൽ പെടുന്ന ഒന്നാണ് സർവ്വസുഗന്ധി. ഇത് നമ്മൾക്കെല്ലാവർക്കും പരിചിതമായ ഒരു പഴമാണ് ചാമ്പയ്ക്ക. വിത്തിൽ നിന്നാണ് പുതിയ തൈ ഉണ്ടാകുന്നത്. ഇത് ടാപ്പിയോക്ക, മരച്ചീനി, കപ്പ എന്നും പറയും. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ നടീൽ വസ്തു കമ്പാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾ ഇതെല്ലാം കണ്ടല്ലോ. ഇനി ഇതുപോലെ നിങ്ങളും ചെയ്ത് ടീച്ചറെ അറിയിക്കൂ.